ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ഇതുവരെ ബീച്ചിൽ പോയി ഇന്നാണ് വന്നത്. അങ്കളെ ബീച്ച് കൊള്ളാവോ? ആ ബീച്ചൊക്കെ കൊള്ളാൻ കണ്ണാ. പക്ഷെ അമ്മയെ വിളിച്ചിട്ട് അമ്മ വന്നില്ല. അമ്മക്ക് കാലിന്റെ മുട്ടിന് വേദനയാണ്. അതെന്തായാലും സാരമില്ല ചേച്ചി, അമ്മയ്ക്ക് മുട്ടേണ്ടില്ല, അതുകൊണ്ട് അമ്മ വീട്ടിൽ ഇരിക്കട്ടെ. അല്ല ഇതെന്താ എല്ലാരും ഇവിടെ നിക്കുന്നേ? എല്ലാരും ഇവിടെ ഇരിക്കേ. ഞങ്ങളെല്ലാരും വെള്ളത്തിൽ കളിക്കാൻ പോട്ടെ അങ്കളെ. ആ കളിച്ചോ മക്കളെ, പക്ഷെ സൂക്ഷിച്ചു കളിക്കണം കേട്ടോ. അങ്ങൊന്നും പോലെ ഇവിടെ തന്നെ നിക്കാവളെ. ശരി അങ്കളെ. നമ്മളിപ്പോ എത്ര നാൾക്ക് ശേഷം ബീച്ചിൽ വന്നതല്ലേ? നമ്മൾ എത്ര നാളായിപ്പോ ബീച്ചിലൊക്കെ വന്നിട്ട്. മക്കളെ നല്ല തര അടിക്കുന്നുണ്ട്, സൂക്ഷിച്ചേക്കണേ. ആ ശരി അങ്കളെ. ബോംബർഡിയറോ ക്രോക്കോഡിലോ. അയ്യോ അല്ലോ, അതോടെ ഇപ്പൊ ഒരു ഒച്ച കേട്ടെ. ശരിയാണല്ലോ ചേട്ടാ, അതിന്റെ ബോംബർഡിലോ ക്രോക്കോഡിലോ കൂടെ പറഞ്ഞു കേട്ടത്. എന്താണ് നീ ഇപ്പൊ പറഞ്ഞേ? ബോംബർഡിലോ ക്രോക്കോഡിലോ കണ്ട അതിന്റെ സൗണ്ട് കേട്ടത് ഞാൻ. അയ്യോ, ഇത് മറ്റേ ബ്രെയിൻ റോട്ട് ആനിമൽ അല്ലേ ബോംബർഡിലോ ക്രോക്കോഡിലോ? അത് നമ്മുടെ എവിടെ അടുത്തുണ്ടല്ലോ. നമ്മളെങ്ങനെ കണ്ടത് ബോംബ് ഇടും, പക്ഷെ തറക്കൊന്നും പറ്റത്തില്ല. മണല കണ്ട് അതൊന്നും പൊട്ടിത്തെറി, നമ്മളെ പൊട്ടിത്തെറിക്കത്തുള്ളൂ. നമുക്ക് ഈ ബീച്ചിൽ നിന്ന് പെട്ടെന്ന് പോവാം. അയ്യോ അതങ്ങനെ ചേട്ടാ, ഇപ്പൊ വന്നല്ലോ, എനിക്ക് വിഷമം വരുന്നു. ഇപ്പൊ പോകണം, നമുക്ക് ഒരു മണിക്കൂറെ കണ്ടു പോവാം. ഒന്ന് പോടിയായിരുന്നു. നിനക്ക് ബീച്ചാണ് വേണ്ടത് ജീവനാണോ? എനിക്ക് ബീച്ചും വേണം ജീവനും വേണം. അതൊന്നും നടക്കത്തില്ല. ഒന്നല്ലെങ്കിൽ ബീച്ചിന്, ഒന്നല്ലെങ്കിൽ ജീവൻ. എല്ലാരും അങ്ങോട്ട് കണ്ട് ഓടല്ലേ, എല്ലാവർക്കും ഒരുമിച്ച് ഓടിയാൽ മതി. അല്ലെങ്കിൽ അത് നമ്മൾ കാട്ടിൽ പോയി പെട്ട ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അത് ശരിയാണ്. അച്ഛനും അമ്മ എല്ലാവരും വേറെ വഴിക്ക് ഓടി, അമ്മൂമ്മ എല്ലാവരും കൂടെ നമ്മളെല്ലാവരും വേറെ വഴിക്ക്. എത്ര ബ്രെയിൻ റോട്ട് ആനിമൽ നമ്മൾ കണ്ട്. പറഞ്ഞു നിൽക്കാൻ സമയമില്ല. എപ്പോഴാ ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ ബോംബ് ഇടുന്നത് പറയാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം നമുക്ക്. അയ്യോ അങ്കളെ, നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. എന്ത് പറ്റി മക്കൾ, നിങ്ങൾക്ക് ഈ ബീച്ച് ഇഷ്ടപ്പെട്ടില്ല? നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്ത് അവിടെ നല്ല രസം, അവിടെ എന്തോ പാർക്കൊക്കെ പോലെ ഉണ്ട്. അയ്യോ അങ്കളെ, ഞങ്ങൾക്ക് ഈ ബീച്ചൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ വേറെ കുഴപ്പമുണ്ട്. കുഴപ്പം? എന്ത് കുഴപ്പം? അങ്കളെ മറ്റേ ബ്രെയിൻ റൂട്ട് ആനിമൽ ഇല്ലേ ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ, അതിന്റെ സൗണ്ട് ഞങ്ങളുടെ തലയിൽ മുളഞ്ഞ് കേട്ട്. ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ? അതെ അങ്കളെ, അത് തന്നെ ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. നമുക്കൊന്ന് ഒട്ടും വൈകിക്കണ്ട, നമുക്ക് ഇവിടെ ഓടി രക്ഷപ്പെടാം. ചേച്ചി നീലോ, നമുക്ക് ഇവിടെ ഓടി രക്ഷപ്പെടാവാ. എന്ത് പറ്റും സുരേഷേ? ചേച്ചി മക്കളാണെങ്കിൽ ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ സൗണ്ട് കേട്ടു. ബോംബർഡിയിലോ ക്രോക്കോഡിയിലോടെ. ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ? അത് ചേച്ചി ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. ചേച്ചിക്ക് മനസ്സിലായി കാണത്തില്ല, മറ്റേ ബ്രെയിൻ റോട്ട് ആനിമൽ ഇല്ലേ, അത് തന്നെ ഇത് ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. ബോംബർഡിയറോ ക്രോക്കോഡിലോ. ശരിയാണല്ലോ, ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ എന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അയ്യോ ഞങ്ങളുടെ തലയുടെ മുകളിലാണല്ലോ സൗണ്ട് കേൾക്കുന്നത്. അയ്യോ എല്ലാവരും നോക്കിക്കേ, ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. അയ്യോ ശരിയാണല്ലോ ചേട്ടാ, ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. ഇതെന്താ ബോധല പ്ലെയിനാ? എടി കഴുത കൺമുന്നിമോൾ, ഇത് ബോധല പ്ലെയിൻ ഒന്നും അല്ലത്. ഈ ബ്രെയിൻ റോട്ട് ആനിമലിന്റെ പേരാണ് ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. എന്റെ അമ്മ ഈ സാധനത്തിന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാ. എന്റെ അമ്മയെ ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. ഞാൻ ബോംബർഡിയിലോ ക്രോക്കോഡിയിലിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളല്ലോ, കണ്ടിട്ടില്ല നേരിട്ട്. ഇതാണ് നിങ്ങൾ പറഞ്ഞ സാധനം? അയ്യോ എന്റെ പൊന്നു നീലത് സാധനമല്ലത്. ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ എന്റെ പേര്, ബ്രെയിൻ റോട്ട് ആനിമൽ ഇത്. ഇതാണ് ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. മക്കൾ ഇതിനെ കുറിച്ച് ഇടയ്ക്കൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ പക്ഷേ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഓർത്ത് ചുമ്മാ എന്താ സാധനമൊക്കെയാണ്. എന്റെ അമ്മ ഇത് ശരിക്കും ഉണ്ടോ? നന്ദി ചേച്ചി ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഓർഡർ രക്ഷമാണ് ഇവിടുന്ന്. ആ ശരി, ഇവിടുന്ന് ഓർഡർ രക്ഷമാണ് നമുക്ക്. എല്ലാം കൂടെ പേടിച്ച് ഓടിയതുകൊണ്ടില്ലേ. ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. എനിക്ക് പറക്കാനും പറ്റും, ബോംബ് ഇടാനും പറ്റും. ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. ഈ ബോംബർഡിയിലോ ക്രോക്കോഡിയിലയുടെ ആ ശക്തി ഇപ്പൊ പോയവർക്ക് കാണിച്ചു കൊടുക്കാം. വെറുതെ ഒരു ബോംബ് ഇടാം ഞാനിവിടെ. കണ്ടു എന്റെ ബോംബിന്റെ ശക്തി. ആ മണലൊക്കെ കുറെ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ട് കണ്ണെ വന്നിപ്പോ വീണാനെ. അയ്യോ ഞാനിനി ആ പോയ അവറ്റയാളെ പിടിക്കാൻ വേണ്ടി പോവാ. ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. ബോംബർഡിയറോ ക്രോക്കോഡിലോ. ഭാഗ്യം നമ്മൾ ഈ മലയുടെ മുകളിൽ ഒന്നും ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ പോയെന്ന് തോന്നുന്നു. പറയാൻ പറ്റത്തില്ല നന്ദിനി ചേച്ചി, ചിലപ്പോ പിന്നെ വരുമായിരിക്കും, പറഞ്ഞു വരുത്തില്ലേ. നമ്മുടെ തൊട്ടടുത്തൊരു ബോംബുകാരി വന്നു വേണം, നമ്മുടെ കഥ തീരും. അത്രയ്ക്കും പവറാണ് ഈ സാധനത്തിന്. അത്രയ്ക്കും പവറേ. ഇതുണ്ടാകുന്ന ഒരു കഥയുണ്ട്, അതെനിക്കറിയാം. ഈ ബോംബർഡിയിലെ ക്രോക്കോഡിയിലെ ഒരു മാതൃശക്തിയുള്ള ഒരു ക്രോക്കോഡിയിലുണ്ട്. ക്രോക്കോഡിയിലല്ല, ഒരു ക്രോക്കോഡിയിൽ ഉണ്ടായിരുന്നു. ആ ക്രോക്കോഡിയിലിന്റെ മാജിക് ശക്തി കാരണം പിന്നെ ആ ക്രോക്കോഡിയിലേക്ക് തന്നെയാണെങ്കിൽ ഒരു പ്ലെയിൻ ഉണ്ടായിരുന്നേ. ഒരു ദിവസം ആ പ്ലെയിനകത്ത് പറന്നു പോകുമ്പോഴാണെങ്കിൽ ആ പ്ലെയിൻ അങ്ങ് താഴെ പൊട്ടി തെറിച്ച്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ക്രോക്കോഡിയിലയുടെ അത്ഭുതങ്ങൾ കാരണം അങ്ങനെ ഈ ക്രോക്കോഡിയിലോ ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ ആയത്. ആ ക്രോക്കോഡിയിലെ പോയ പ്ലെയിൻ താഴെ വീണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടന്നു. അങ്ങനെ ഈ ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ ഉണ്ടായത്. ഈ കഥ എനിക്കും അറിയാം. അയ്യോ സോറി, കഥയല്ല, ശരിക്കും സംഭവം. മാതൃശക്തിയുള്ള മറ്റേ സമയമില്ലായിരുന്നു, നോർമൽ ക്രോക്കോഡിയിലോ. ആ സമയത്ത് നല്ല പാവം പിടിച്ചതായിരുന്നു ഈ ക്രോക്കോഡിയിലോ. പിന്നെ ഈ ബോംബർഡിയിലെ ക്രോക്കോഡിയിലോ ആയപ്പോൾ ഇങ്ങനെ അഗ്രസീവ് ആയത്. അതും ഈ ക്രോക്കോഡിയിലോ പാവം പിടിച്ചതായിരുന്നു. അയ്യോ എല്ലാരും കൂടെ നോക്കിക്കേ, ബോംബർഡിയിലോ ക്രോക്കോഡിയിലോ. ബോംബർഡിയറോ ക്രോക്കോഡിലോ. ഞാൻ അന്വേഷിക്കുന്ന അവറ്റകളെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? ഞാൻ കുറെ നേരം പറന്ന് അന്വേഷിക്കുന്നു. അയ്യോ ഇനി എനിക്ക് പറന്ന് അന്വേഷിക്കാൻ വയ്യ. ഞാൻ ഇനി തിരിച്ചു പോകുക.
അവറ്റകളെ എനിക്ക് തോന്നുന്നു ഇനിയും കിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നൈസായിട്ട് അങ്ങ് പോയേക്കാം. വെറുതെ എത്ര നേരം ഇവിടെ കൂടെ പറഞ്ഞ തന്നെ എനർജി കൊടുത്ത് തീരാതായി. കുറച്ചു നേരം എനർജി ചാർജ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഇവിടെ കണ്ടൊക്കെ ചുമ്മാ പറഞ്ഞു നടക്കാം. അപ്പൊ അവരെങ്ങാനും കാണുന്നുണ്ട് അപ്പൊ തന്നെ ബോംബിട്ട് പൊട്ടിക്കല്ലോ അതിന്. ഹോ 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 ബോംബർഡീലോ ക്രോക്കോഡീലോ. ഓ ഭാഗ്യ ബോംബർഡീലോ ക്രോക്കോഡീലോ പോയല്ലോ. ഓ ശരിക്കും നമ്മളെ രക്ഷപ്പെട്ടു. നമുക്കിനി മല ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോവാം. നീയൊക്കെ ആരോട് അനുവാദം ചോദിച്ചിട്ടാണ് എന്റെ ഈ വലിയ മലയിലൊക്കെ കേറിയത്? നീയൊക്കെ ഒളിച്ചിരുന്നതൊക്കെ കണ്ടു. അത് എന്റെ ഗുഹ, ഞാൻ കിടന്നു ഉറങ്ങുന്ന സ്ഥലമാണ്. എന്റെ മല കയറി ഞാൻ ക്ഷമിച്ചു. എന്റെ ഗുഹയ്ക്കത്തെല്ലാം കയറിയല്ലേ നീയൊക്കെ. ബൊണിക്ക അമ്പാലൂ. അയ്യോ ബൊണിക്ക അമ്പലമ്മ വീണ്ടും വന്ന്. അന്ന് നമ്മുടെ കാലെല്ലാം ഫ്രീസ് ആക്കി വെച്ച് നമ്മളിവിടെ വകവരുത്ത വന്നില്ല. ആ സമയത്ത് തുന്തു സാർ വന്ന് രക്ഷിച്ചത്. തുന്തു സാർ ഈ മലയിലേക്ക് കയറത്തില്ല, കാരണം ഇത് എന്റെ മലയാ. ഞാനും ആ തുന്തു സാർ ഭയങ്കര ശത്രുക്കളാണ്. അതുകൊണ്ട് അവൻ എന്റെ മലയെ കയറി വരുത്തില്ല. നിങ്ങളെന്ന് രക്ഷിക്കാൻ ആരും കാണില്ല. നിങ്ങളെ ഞാനൊന്ന് വകവരുത്തും. അയ്യോ ഞാൻ അപ്പുറത്ത് ഭയ പോയി ഒളിച്ചിരിക്ക. അയ്യോ ശിവാനി എന്തേ? ശിവാനി എളുപ്പ കണ്ണന്റെ തുമ്പിയുടെ ഇടയ്ക്ക് വല്ലതും കാണുമായിരിക്കും. നിന്നെയൊക്കെ ഞാനൊന്ന് വകവരുത്തും. അയ്യോ പ്ലീസ് ബോണിക്കമ്പല്, ഞങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങൾ നിന്റെ മലയിൽ അറിയാതെ കയറിയതാ. എന്റെ മലയിൽ കയറിയിട്ട് അപ്പൊ തന്നെ തിരിച്ചു പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വീണ്ടും ആ ഗുഹയ്ക്കകത്ത് തന്നെ കയറി. നിന്നെയൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ ഫ്രണ്ട് നിൽക്കുന്ന അയാളും പിന്നെ ആ 3 കൊച്ചുങ്ങളെ എന്ന് ഞാൻ പിടിക്കാൻ നടന്നത്. പിന്നെ വേറൊരു കൊച്ചുണ്ട്, ഞാനെ കാണുന്നില്ല. ആ സമയത്ത് അന്ന് ഇവരെല്ലാരും വകവരുത്താതിരിക്കുന്ന സമയത്താ ആ തുണ്ടു സാർ ഒന്ന് എന്നെ ഓടിച്ചു വിട്ടത്. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. നീയൊക്കെ എന്തായാലും എന്റെ കയ്യിൽ തന്നെ ഒന്ന് പെട്ടല്ലോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ തപ്പിയെടുക്കുന്ന ആൾക്കാർ എന്റെ കയ്യിൽ തന്നെ ഒന്ന് പെടണമെന്ന്. ബൊണിക്ക അമ്പലബു, ബൊണിക്ക അമ്പലബു, ബൊണിക്ക അമ്പലബു. അയ്യോ നമ്മുടെ കഥ തീർന്നു തോന്നുന്നു. അയ്യോ അയ്യോ നമ്മളിപ്പോ വക വരട്ടെ. അയ്യോ എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷ. അയ്യോ ഒന്നും മിണ്ടാരുടെ തീരോ. അയ്യോ എനിക്ക് ഭ്രാന്തൊന്നുമല്ല, ജീവിതത്തിന്റെ അവസാനമല്ല. അയ്യോ അവിടെ മിണ്ടാണ്ടിരിക്കണം. കൊച്ചു പിള്ളേരോട് കിടന്നു പേടിച്ച് കിടന്നു കാര്യം. അയ്യേ ബോംബർഡീലോ ക്രോക്കോഡീലോ. എടാ ബോണിക്കമ്പല് പോ. നീ എന്താണ് അവിടെ ചെയ്യുന്നേ? ഞാൻ ഇവരെല്ലാരും വക വരുത്താൻ വേണ്ടി പോവാ. ഇവരെല്ലാരും എന്റെ മനുഷ്യരായിരുന്നു. നിനക്ക് ഒറ്റ എണ്ണം തരത്തില്ലടാ ബോംബർഡീലോയെ. എന്റെ അമ്മ അടുത്ത ബോംബർഡീലോ എത്തിയോ? നീ പോണ ബോണിക്കമ്പല് പോ. ഞാൻ ഇവരെ ഇപ്പൊ കണ്ടത് ബീച്ച് വെച്ച്. ഞാൻ ഇവരെ പിടിക്കാൻ വേണ്ടി നടക്കുക. ഞാനവരെ പിടിക്കാൻ വേണ്ടി നടന്നതെന്ന് എന്റെ എനർജി ആയിരുന്നു. ഞാൻ എനർജിക്ക് വേണ്ടി വീടിന്റെ സ്ഥലത്ത് പോയേക്ക് വരുന്നു. എനർജി കൊണ്ട് വന്നു ഞാനിപ്പോ. ഇവരെങ്ങനെ നീ തൊട്ട നിന്നെ എപ്പ തന്നെ എന്റെ ബോംബ് ഞാൻ പൊട്ടിക്കും. എടാ ബോണിക്കമ്പല് പോ. എന്റെ ഈ ബോംബിന്റെ ശക്തി നിന്റെ ഒരു 7 പോലും എത്തത്തില്ല. നിന്റെ ശക്തിയുടെ അത്രയും ആര്യാൾക്ക് നീ നിന്റെ ഗുഹ കയറി പോകണം. അല്ലെങ്കിൽ ഞാനിപ്പോ ബോംബിട്ട് പൊട്ടിക്കും. അയ്യോ അയ്യോ എനിക്ക് ഇതുവരെ ഒരാളെ പോലും വാങ്ങ വരുത്താൻ പറ്റിയില്ലേ. അയ്യോ എടാ ബോണിക്കമ്പല് നീ അല്ലേ എന്നെ മുമ്പ് കളിയാക്കിയത്? കൊച്ചു കിടന്ന് കരയെന്നൊന്നും പറഞ്ഞില്ലേ? ഇപ്പൊ അത് ശരിക്കുള്ള കൊച്ചു കുഞ്ഞ് കരഞ്ഞോണ്ട് പോകുന്നു. അയ്യേ കൊച്ചിറങ്ങി പോവാ ഗുഹയ്ക്കകത്തത് പോ. നമ്മളെ ബോണിക്കമ്പലിന്റെ രക്ഷപ്പെട്ടില്ല. പിന്നെന്താ? അയ്യോ അത് ശരിയാണല്ലോ. ബോംബർഡിയിലെ ക്രോക്കോഡൈലാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. അയ്യോ ബോംബർഡിയിലെ ക്രോക്കോഡൈൽ ഞങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ്. നിന്നെയൊക്കെ എന്തായാലും ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് കുറെ ആൾക്കാരെ കിട്ടിയിപ്പോ. നിന്നെയൊക്കെ എന്തായാലും ഞാൻ നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം നിന്നെയൊക്കെ പിടിക്കാൻ വേണ്ടി വരും ഞാൻ വീട്ടിലേക്ക്. നിനക്കൊക്കെ ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് ഓടിക്കോ. എല്ലാവരും പെട്ടെന്ന് ഓടുന്നു. ഇപ്പൊ അവരൊക്കെ പോക്കോട്ടെ. ഞാൻ ഒരു ദിവസം അവരെ പിടിക്കാൻ വേണ്ടി വീട്ടിൽ ചെല്ലും. കൊണ്ടോണം ബോംബർഡീലോ ക്രോക്കോഡീലോ. Bombardiro crocodilo. ഈ ബോംബർഡിയിലെ ക്രോക്കോഡൈലാണ് എനിക്കൊരു മനുഷ്യനെ പോലും ഭാഗം വരുത്താൻ പറ്റിയില്ലേ. മനുഷ്യന്മാരെ എന്റെ തൊപ്പി വന്നത്. അയ്യോ